പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഇന്ന് ഞാൻ സ്വീകരിച്ചിരിക്കുന്ന പാഠം ജീവൻ്റെ പൂർണ്ണതയിലേക്ക് എന്നാണ്. അതിന് ശീർഷകം അങ്ങനെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്: ജീവൻ്റെ പൂർണ്ണത. യഥാർത്ഥത്തിൽ സമൃദ്ധമായ ജീവൻ, ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകാനും സമൃദ്ധമായ ജീവൻ നൽകാനും ആണ് വന്നിരിക്കുന്നതെന്ന് കർത്താവ് പറയുന്നുണ്ട്. സമൃദ്ധമായ ജീവൻ യഥാർത്ഥത്തിൽ ഇവിടെ തന്നെ ആരംഭിക്കുന്നു. ജീവൻ ഇവിടെയാണ് ആവിർഭവിക്കുന്നത്, ജനനത്തോടുകൂടെ. എന്നാൽ രക്ഷയുടെ അനുഭവത്തിൽ യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ അത് സമൃദ്ധമായ ജീവൻ്റെ അനുഭവത്തിലേക്ക് വരികയായി, അല്ലെങ്കിൽ ജീവൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുകയായി. എന്നാൽ അതിൻ്റെ പൂർണ്ണതയുടെ പൂർണ്ണത എന്ന് വേണമെങ്കിൽ പറയണം. ജീവൻ്റെ പൂർണ്ണത അല്ലെങ്കിൽ ജീവൻ്റെ പൂർണ്ണതയുടെ പൂർണ്ണത മരണം വഴിയായി ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്ന പുണ്യാത്മാക്കൾക്ക് ദൈവം കൊടുക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. മരണം വരുന്നു എന്ന് മരണാസന്നനായി കിടക്കയിലായിരിക്കുന്ന ആ അവസ്ഥയിലായിരിക്കുന്ന ഒരു വിശ്വാസി, അയാൾക്ക് മരണം വഴിയായി ഒരു വലിയ അനുഗ്രഹത്തിലേക്ക്, അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നുള്ള ഒരു മുന്നറിവ് ദൈവം തന്നെ കൊടുക്കും. അങ്ങനെ വിശ്വാസികളായി ദൈവം ഈ ലോകത്തിൽ നിന്ന് വിളിച്ച് തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുവാൻ സമയമായി എന്ന് തിരിച്ചറിയുന്ന ഒരാൾ, ഒരു വിശ്വാസി, ഒരു ഭക്തൻ, ഒരു ഭക്ത, അവരുടെ അടുക്കൽ ദൈവം തമ്പുരാൻ തൻ്റെ മാലാഖമാരെ അയക്കും. ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചിട്ടുള്ള വിശ്വാസികളുടെ ആത്മാക്കളെ അയക്കും. ഈ ലോകം വിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്നവർ ദൈവമുമ്പാകെ നിൽക്കുകയാണ്, ദൈവസന്നിധിയിലാണ്. സിംഹാസനത്തിലിരിക്കുന്ന പിതാവ്, സിംഹാസന മധ്യേ അർഹപ്പെട്ട കുഞ്ഞാടായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ആ സാന്നിധ്യത്തിൽ നിൽക്കുന്ന പരിശുദ്ധന്മാരെ, വിശ്വാസികളെ, മാലാഖമാരെ, കർത്താവിൻ്റെ സാന്നിധിയിലേക്ക് പോകുവാൻ സമയമായി, മരണം വഴിയായി അങ്ങനെ മരണാസന്നമായി കിടക്കുന്ന ആളുകളുടെ, ഭക്തരുടെ അടുക്കിലേക്ക് അയക്കും. അവരോട് പറയും, കുഞ്ഞെ, വരാൻ സമയമായി, തമ്പുരാൻ ഞങ്ങളെ വിട്ടതാ, അതിന് നിന്നെ തയ്യാറാക്കാനും കൂട്ടിക്കൊണ്ടു പോകാനും ഈ മന്ത്രണം അവർക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ മരണാസന്നരായി കിടക്കുന്ന ഭക്തർ യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് പോകുന്നത് അത്യന്തം പ്രത്യാശയിലാണ്, സന്തോഷത്തിലാണ്. അവർ അങ്ങനെ പോകുന്നത്, മരണം നമ്മൾ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. പക്ഷേ ഭക്തരായ ആസന്ന മരണരായി കിടക്കുന്നവർക്ക് സങ്കടമില്ല, ഏറെ സന്തോഷമാണ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നത് എനിക്ക് ഏറെ നന്ന് എന്ന് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ. അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. അതുകൊണ്ട് ജീവൻ്റെ പൂർണ്ണതയിലേക്കാണ് പോകുന്നതെന്നുള്ള മുന്നറിവ് അവർക്കുണ്ടാവും. എൻ്റെ തന്നെ കുടുംബത്തിലുള്ള വല്യപ്പച്ചന്മാരും വല്യമ്മമാരും വല്യമ്മച്ചിമാരും പ്രത്യേകിച്ചും അവർ വാർദ്ധക്യത്തിലായി കർത്താവ് എപ്പോഴാണ് വിളിക്കുന്നതെന്ന് കാത്തിരുന്നുകൊണ്ട്, അതിനായി പ്രതീക്ഷിച്ചുകൊണ്ട് അവർ കിടക്കയിലാണ്. ശാരീരികമായി വളരെ ക്ഷീണമാണ്, എന്നാൽ മാനസികമായി വളരെ സന്തോഷത്തിലുമാണ്. അവരുടെ അടുക്കൽ അവർ ചില സന്ദർഭങ്ങളിൽ പറയും, ഇന്നലെ മറിയാമ്മ അമ്മാമ്മ വന്നിരുന്നു,
ജോർജ് കുട്ടിച്ചായൻ എന്നെ കാണാൻ വന്നിരുന്നു, ഞാൻ കണ്ടു. ആരാണ് ഈ മറിയാമ്മയും ജോർജ് കുട്ടിച്ചായനും? യഥാർത്ഥത്തിൽ നിദ്ര പ്രാപിച്ച് കർത്തൃസന്നിധിയിലേക്ക് പോയിരിക്കുന്ന ഈ മരണാസന്നനായി കിടക്കുന്ന ആളിൻ്റെ, ഭക്തൻ്റെ അടുത്ത ബന്ധുക്കളാണ്. അവരെന്താണ് വന്ന് പറയുന്നത്? അവരുടെ അടുക്കൽ വന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ കാഴ്ച അവരെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭക്തനായ മരണാസന്നനായി കിടക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ആന്തര കണ്ണുകൊണ്ട് അവർ കാണുകയാണ്. ഒരു ദർശനമാണ് അവർക്ക്. നമ്മൾ വിചാരിക്കുക അത് പിച്ചും പേയും പറയുകയാണെന്ന്. ഒരിക്കലുമല്ല, അതവർക്ക് യാഥാർത്ഥ്യമാണ്. എന്താണ് അതിൻ്റെ സൂചന? ദൈവസന്നിധിയിലാണ് അവർ അന്ന് ഈ മരിക്കാൻ ഒരുങ്ങിക്കിടക്കുന്ന ഭക്തനറിയാം. ആ ആളിനോട് ഈ ദൈവമയക്കുന്ന ഭക്തർ വന്ന് പറയുകയാ, കർത്താവ് നിന്നെ തൻ്റെ സന്നിധിയിലേക്ക് വിളിക്കുവാനുള്ള നേരമായി, ഒരുങ്ങിക്കോ. അത് കേൾക്കുന്ന മാത്രയിൽ അവർ സന്തോഷത്തോടെയാണ് നമ്മോട് പറയുന്നത്. നമ്മൾ അത് വിശ്വസിക്കാനാവാത്ത വിധം വിശ്വസനീയമായ ഒരു വലിയ സത്യമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളണം. എന്തുകൊണ്ടാണ് സന്തോഷിക്കുന്നത്? എനിക്ക് യേശു തമ്പുരാനെ കാണണം. പക്ഷെ ഇവിടെ ആയിരിക്കുമ്പോൾ അത് മുഖാമുഖം കാണാൻ കഴിയുന്നില്ല. കണ്ണാടിയിൽ എന്ന വണ്ണം മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം ഒടുവിൽ പറയുക, അതാം ഇപ്പോൾ കണ്ണാടിയിൽ കടമഴിയായി കാണുന്നു, അപ്പോഴോ മുഖാമുഖം കാണും. ആ ഒരു വലിയ ഭക്തൻ്റെ പ്രതീക്ഷ സാക്ഷാത്കരിക്കപ്പെടുന്ന നിമിഷമാണ്. അതിനുവേണ്ടി പ്രത്യേകമായി ഒരുക്കുകയാണ് ഈ വരുന്ന മാലാഖമാരും ബന്ധുക്കളായി, സ്വന്തക്കാരായി, ചർച്ചക്കാരായി ദൈവസന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുന്ന പരേതാത്മാക്കളും വാങ്ങിപ്പോയവ. ഇതൊരു വലിയ ജീവിത സത്യമായി നമ്മൾ തിരിച്ചറിഞ്ഞു കൊള്ളണം. മരണം എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഒരു ഋണാത്മകമായ, നെഗറ്റീവായ അതിൻ്റെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എന്നാൽ അത് വളരെ പോസിറ്റീവായ, ക്രിയാത്മകമായ ഒരു ജീവിതത്തിലേക്കുള്ള ഉൾപ്രവേശമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ ആയിരിക്കുമ്പോൾ ജീവനാണ്, ജീവിതമാണ്. എന്നാൽ ജീവൻ്റെ പൂർണ്ണതയാണ് മരണാനന്തര ജീവിതം ഒരു വിശ്വാസിക്ക്, ഒരു ഭക്തന്. ഈ ഒരു പ്രബോധനം നമുക്ക് ആവശ്യമുണ്ട്. ഈ ഒരു പ്രബോധനം മറ്റുള്ളവരോട് അറിയിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. മാത്രമല്ല, നമ്മൾ തന്നെ ഈ ജീവിതത്തെക്കുറിച്ചും മരണം വഴിയായി നമ്മൾ കടന്നു പോകുന്ന മരണാനന്തര ജീവിതത്തെക്കുറിച്ചും നമുക്ക് തന്നെ ഒരു സുവിശേഷത്തിൽ അധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാട് വളർത്തിയെടുക്കേണ്ടതാണ്. ചില കാര്യങ്ങൾ നേരത്തെ തന്നെ ഞാൻ നിങ്ങളെ പല പാഠങ്ങളിലൂടെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ജീവൻ്റെ പൂർണ്ണതയിലേക്കാണ് മരണം വഴിയായി നാം കടന്നു പോവുക. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഭക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആഹ്ലാദകരമായ ഒരനുഭവമാണ് ഈ ലോകം വിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മരണം വഴിയായി കടന്നു പോകുന്ന അനുഭവം, ജീവൻ്റെ പൂർണ്ണതയിലേക്ക്. കുഞ്ഞുങ്ങളെ, ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും വിശ്വാസത്തിൽ ഉറപ്പിച്ച് പ്രത്യാശ ആഴമാക്കുവാൻ സഹായിക്കുമാറാകട്ടെ.